back to my channel. അപ്പോൾ എല്ലാവർക്കും എൻ്റെ കുടുംബത്തിന്റെ വക ഓണാശംസകൾ. ദിശ പറഞ്ഞ ഓണാശംസകൾ പറഞ്ഞു. ഹാപ്പി ഓണം. ഇഹന പറഞ്ഞ ഹാപ്പി ഓണം പറഞ്ഞു. ഹാപ്പി ഓണം പറഞ്ഞു. അപ്പൊ നമ്മൾ ഇന്ന് പൂക്കൾ ഇടാൻ പോകുന്നത് കടലാസ് വെച്ചിട്ടാണ്. അപ്പൊ കൊറോണ ഒക്കെ ആയ കാരണം ഞങ്ങൾ പുറത്ത് പോയിട്ട് പൂക്കൾ വാങ്ങാനൊന്നും നിന്നിട്ടില്ല. അപ്പൊ ഇവിടെ ഉള്ള കടലാസ് വെച്ചിട്ട് തന്നെയാണ് ഞങ്ങൾ പൂക്കൾ ഇടുന്നത്. അപ്പോൾ നമ്മളെ പൂക്കളത്തിൻ്റെ കാര്യത്തിലൊരു തീരുമാനമായിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിലേക്ക് കിടക്കാം. അപ്പോൾ ഞാനിന്നിവിടെ ഇഡ്ഡലിയാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ സാമ്പാർ നമ്മൾ എന്തായാലും ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഇഡ്ഡലി ആയിരിക്കും എനിക്കൊന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഞാൻ വേഗം ഇഡ്ഡലിപ്പണി എൻ്റെ തീർത്തേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് ഇതടായി കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞ ശേഷം നമുക്ക് വേഗം സദ്യക്കുള്ള കൂട്ടുകൾ ഒരുക്കാം. അപ്പോൾ ഇവിടെ സദ്യക്ക് ഞാൻ സാമ്പാറിന് കഷ്ണങ്ങളൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പാക്കറ്റിൽ നമുക്ക് ഇത്രയും ഐറ്റംസാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ കട്ടൻ ചായ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ആദ്യം ചായ കുടിച്ചു തുടങ്ങാം. അപ്പോൾ ചായ കുടിച്ച ശേഷം ആവാം സാമ്പാറിൻ്റെ അരിയലൊക്കെ. അപ്പോൾ നമുക്കിനി സാമ്പാർ കഷ്ണവും അവിയലുകളൊക്കെ വേഗം അരിഞ്ഞേക്കാം. ഞാനിവിടെ സാമ്പാറിനുള്ളത് വേഗം റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ ഈ സാമ്പാർ ആയിക്കഴിഞ്ഞാൽ നമുക്ക് വേഗം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ സാമ്പാറും ഇഡ്ഡലിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മളെ സദ്യക്കുള്ള ഒരു മെയിൻ ഐറ്റമാണ് നമ്മളെ സാമ്പാർ. അത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിയൽ കാര്യമായിട്ടൊന്നും ഉണ്ടാക്കുന്നില്ല. കുറച്ച് ഐറ്റംസ് തന്നെ നമ്മൾ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ ഞാൻ ക്യാബേജൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്യാബേജ് തോരനുള്ളത് റെഡി ആയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നേന്ത്രക്കായ വെച്ചിട്ടൊരു തോരൻ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ നമുക്ക് അവിയലാണ്. അവിയലിൻ്റെ ഒക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഉണ്ടാക്കാം. പിന്നെ ഞാനിവിടെ ബീറ്റ്റൂട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ബീറ്റ്റൂട്ട് പച്ചടിക്ക് ആക്കാം. കുമ്പളങ്ങ വെച്ചിട്ട് നമുക്കൊരു ഓലനും റെഡിയാക്കാം.
അപ്പോൾ ഇവിടെ നമ്മൾ സദ്യക്കുള്ള ഐറ്റംസ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ വാഴയിലേക്ക് ചൂട് കൊടുക്കാൻ ചോറ് വിളമ്പി വെക്കാം. ഇനി സൈഡിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ആദ്യം ഓരം വിളമ്പി എടുത്തിട്ടുണ്ട്. ഇനി സാമ്പാർ ഒഴിച്ചെടുക്കാം. പിന്നെ നമ്മൾ ഓരോ തോരനൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതിലെ മെയിനായിട്ടാണ് ഇഞ്ചും പുളി. അതുണ്ടാക്കാനായിട്ട് എനിക്ക് പറ്റിയിട്ടില്ല. അപ്പോൾ ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്നല്ലേ, അപ്പോൾ നമ്മൾ പറ്റാവുന്നതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ച് നമുക്ക് അടിപൊളി ഒരു ഓണം ആഘോഷിക്കാം. പിന്നെ പായസം നമ്മളിവിടെ അടപ്രഥമനാണ് ഉണ്ടാക്കുന്നത്. അത് ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. പപ്പടം എന്താണാവോ തീരെ വീർത്തില്ല. ചില ടൈം ഇവിടുന്ന് വാങ്ങണ പപ്പടം തീരെ വീർക്കലില്ല. ഇലയിൽ തന്നെ നമുക്ക് ചൂട് കൊടുക്കാൻ ആ പായസം ഒഴിച്ചിട്ട് കുടിക്കുക. അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. അപ്പം നമ്മളെ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ ആദ്യത്തെ ഓണാണ്. അപ്പോൾ എല്ലാവരും ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താഴെയുള്ള ബെല്ലൈക്കൺ ബട്ടൺ കൂടി അമർത്തിയെങ്കിൽ പുതിയ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് വേഗം നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ഓണാശംസകൾ നേരുന്നു. അപ്പോൾ പുതിയ വീഡിയോസായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്രയും പെട്ടെന്ന് വരുന്നതായിരിക്കും.